മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദം വീണ്ടും പുകയുന്നു. ഇപ്പോഴിതാ മാസപ്പടിയിൽ കേസെടുത്ത് ED. സഫിയോ അന്വേഷണം തുടരുന്നതിനിടയിലാണ് ED നടപടി. എക്സാലോജിക് അടക്കം ED അന്വേഷണ പരിധിയിൽ പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം നടപടികളിലേക്ക് കടക്കുകയാണ് ED. ECIR രജിസ്റ്റർ ചെയ്ത് ED കൊച്ചി യൂണിറ്റ്, അതായത് എൻഫോഴ്സ്മെൻറ്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതോടെ SFIO അന്വേഷണം നേരിടുന്നവരെല്ലാം ED പരിധിയിൽ. ഇത് വീണയ്ക്ക് വീണ്ടും കുരുക്ക് മുറുക്കുകയാണ്. നേരത്തെ തന്നെ സംസ്ഥാനത്ത് മാസപ്പടി വിവാദത്തിൽ അന്വേഷണം ഊർജിതമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് SFIO കൂടുതൽ രേഖകൾ ശേഖരിച്ചു. എക്സാലോജിക്കുമായി ഇടപെട്ട് നടത്തിയ 8 സ്ഥാപനങ്ങളിൽ നിന്നാണ് SFIO രേഖകൾ ശേഖരിച്ചത്. JDT ഇസ്ലാമിക് കാരക്കോണം, SFI മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും രേഖകൾ ശേഖരിച്ചു. അനന്തപുരി എഡ്യൂക്കേഷൻ സൊസൈറ്റിയും റിൻസ് ഫൗണ്ടേഷനും രേഖകൾ കൈമാറി. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് SFIO നീക്കം. എക്സാലോജിക്കുമായി ഇടപെട്ട് നടത്തിയ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. അതേസമയം CMRL മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ കേസെടുക്കേണ്ടതില്ലെന്ന് വിജിലൻസ് അറിയിച്ചു. കേസിൽ നടപടിയെടുത്തില്ലെന്ന മാത്യു കുഴൽനാടൻ്റെ ഹർജിക്ക് മറുപടി നൽകുകയായിരുന്നു വിജിലൻസ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ, CMRL MD, എക്സാലോജിക് MD എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് മാത്യു കുഴൽനാടൻ ഹർജി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതി വിജിലൻസിന് നോട്ടീസ് അയച്ചിരുന്നു. കരിമണൽ ഖനനത്തിന് CMRL വഴിവിട്ട് സഹായം നൽകിയെന്നും പ്രത്യുപകാരമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് CMRL കമ്പനി മാസപ്പടി കൊടുത്തുവെന്നുമാണ് ഉയർന്നു വന്നിട്ടുള്ള ആരോപണം. മാസപ്പടി സംബന്ധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തെ ചോദ്യം ചെയ്തുള്ള കേസിൽ എക്സാലോജിക്കിന് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിട്ടതോടെയാണിത്. കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി. SFIO അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടൈൽസ് കമ്പനി എന്ന സ്വകാര്യ കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തുന്നത്. CMRL നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് 1.72 കോടി രൂപ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ. ഇത് വീണ വിജയനെയും പിണറായി വിജയനെയും പാർട്ടിയെയും ഒരുപോലെ വീട്ടിലാക്കി. 2017 മുതൽ 2020 കാലയളവിലാണ് CMRL വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്നും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിലുണ്ടായിരുന്നു.